നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഊട്ടിയിലുള്ള ഒരു തേയില ഫാക്ടറി കാണാനും അതുപോലെ തന്നെ അവിടെ തന്നെയുള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. എൻ്റെ പുറകിൽ തന്നെ കാണുന്ന കെട്ടിടമാണ് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ടീ ഫാക്ടറി കണ്ടിട്ട് വരാം. ടീ ഫാക്ടറി നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഊട്ടിയുടെ പ്രകൃതി ദൃശ്യങ്ങൾ. ഇപ്പോൾ ക്യാമറ അന്നേരം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ബെൻമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടീ ഫാക്ടറി കേട്ടോ. ടീയും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റും. ഇത് പൊതുജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിക്കറ്റ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിരവധി വാഹനങ്ങളുണ്ട്, നിരവധി സഞ്ചാരികളുണ്ട്. അപ്പോൾ നമുക്ക് ടീ ഫാക്ടറി കാണാം. ഇതിങ്ങനെ മേലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ടീ ഫാക്ടറി നമുക്ക് കാണാമല്ലോ അല്ലേ? അപ്പോൾ വേഗം എല്ലാവരും ടീ ഫാക്ടറി കാണാൻ പോവാ. നമ്മൾ ആദ്യം നേരം പോകുന്നത് ബെൻമാർക്ക ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് എൻട്രൻസ് ചോക്ലേറ്റിൻ്റെ പടമൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കടക്കുകയാണ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക്. ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ചോക്ലേറ്റ് ഇതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടി വിയിൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി. നിരവധി പ്രക്രിയയിലൂടെ വേണം ഇത് കടന്നു പോവാൻ. ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ചോക്ലേറ്റ് നിർമ്മിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപകരണങ്ങളുടെ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നതാണ്. ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതാ ഇനി ടീ ഫാക്ടറിയിലേക്കാണ് പോകാൻ പോകുന്നത്. അതിന് മേൾവശത്താണ് ടീ ഫാക്ടറി കേട്ടോ. ടീ ഫാക്ടറിയുടെ ഒരു നിലയിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. താഴോട്ട് ഊട്ടിയുടെ കാഴ്ചയാണ്. ടീ ഫാക്ടറിയിലേക്ക് അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ പടികൾ ചവിട്ടി കടന്നിട്ട് മേലോട്ട് കയറണം. ഇതൊരു 3-4 നിലയെല്ലാം കയറണം കേട്ടോ ഈ ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് വരണമെങ്കിൽ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. തേയില നുള്ളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. തേയില നുള്ളുകൾ ഇവിടെ കാണാം. അപ്പോൾ 10 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ടിക്കറ്റ് കിട്ടി. നമ്മളങ്ങനെ ടിക്കറ്റ് ഇതാണ് ടിക്കറ്റ്. അപ്പോൾ ടീ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടുന്ന് നമുക്കിങ്ങനെ ഒളിഞ്ഞു നോക്കാം. അതായത് അവിടെ ടീ വന്ന് വീഴുന്ന സ്ഥലമാണ് കേട്ടോ. ടീ തേയില ഉണ്ടോ, ചായപ്പൊടി വന്ന് വീഴുന്നുണ്ടോ? അങ്ങനെ ടീ ഉണ്ടാക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ ആദ്യ സ്ഥലത്തേക്ക് കേട്ടോ. ഇവിടെ നിന്ന് ചായപ്പൊടിയുടെ കൊളുന്നുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണാം. കൊളുന്നുകൾ ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ആ കൊളുന്നുകൾ കുറേശ്ശെ യന്ത്ര സംവിധാനത്തിലേക്ക് പോവുകയാണേ. ഇതുണ്ടോ, യന്ത്ര സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതങ്ങനെ അരഞ്ഞ് ഒക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ആ ബെൽറ്റിലൂടെ കടന്ന് ചായപ്പൊടി ആദ്യം ഇല അരച്ചരച്ച് പോവും. അപ്പോൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇങ്ങനെ ബെൽറ്റ് പോകുന്ന കാണാം കേട്ടോ. ഇവിടെ തേയില കുളുന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇടുവോ? നമുക്ക് തന്നെ ഈ ചായപ്പൊടീൻ്റെ നുള്ള് തേയിലേൻ്റെ കിളുന്ന് നമുക്ക് തന്നെ ഇവിടുന്ന് കണ്ടതാ. ഇതിപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ വാരിയിട്ട് ഇവിടെ ഇടാം.
ഇത് ആ ഇടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതിങ്ങനെ മേലോട്ട് കയറിപ്പോവും. നിങ്ങൾ തള്ളി കയറിപ്പോവും. എന്നിട്ട് അവിടുന്ന് അരഞ്ഞിട്ട് പിന്നെ തേയിലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഊട്ടിയിൽ വരുവാണെങ്കിൽ ഈ തേയില ഫാക്ടറിയിൽ എൻ്റെ മക്കളെ ഈ തേയില ഫാക്ടറിയുടെ ഏറ്റവും പൊക്കത്തിൽ കയറുന്നിട്ട് ഊട്ടി നഗരം നമ്മളൊന്ന് കാണുവാണ് കേട്ടോ. ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇതാ തേയില ഫാക്ടറിൻ്റെ താഴെ കൂടെ ആളുകൾ ഇങ്ങനെ കണ്ടവരും കാണാൻ വരുന്നവരും ഒക്കെ ഉണ്ട്. പ്രകൃതി ഇത്രയധികം കനിഞ്ഞ അനുഗ്രഹിച്ചൊരു സ്ഥലം ഈ ദക്ഷിണേന്ത്യയിൽ എവിടെ ഉണ്ടാവില്ല, ഞാൻ തീർത്ത് പറയും. അത്രയും നമുക്ക് ഇതിന് പുറത്ത് വെച്ചേക്കുന്ന ചില്ലിനകത്തൂടെ അകത്ത് നടക്കുന്ന സംഗതികൾ നമുക്കിങ്ങനെ കാണാൻ കിട്ടാം. തേയില അരച്ചിട്ട് തേയില നുള്ളുകൾ അരഞ്ഞ് ആദ്യം ചെറിയ പേസ്റ്റ് പോലെ ആയിപ്പോയി ബെൽറ്റിലൂടെ. എന്നിട്ട് അതിന് ശേഷം കുറച്ചപ്പുറം ചെല്ലുമ്പോൾ ചൂടായി അത് ഒരു തേയില പൊടിയായി മാറുകയായിരുന്നു കേട്ടോ. ചൂട് ഇങ്ങോട്ട് മാറി വന്നപ്പോഴത്തേനും ആ ആദ്യം കണ്ട തേയിലേൻ്റെ അരച്ചിൽ നിന്ന് മാറിയിട്ട് ചെറിയ നേർത്ത പൊടി പോലാകുന്നുണ്ട് കേട്ടോ. ഫുൾ യന്ത്ര സംവിധാനങ്ങളാണിത്. ഇത് നമുക്കൊരു ചില്ലിൻ്റെ അകത്തൂടെ പുറത്തുനിന്ന് ഒരു ചില്ലിൻ്റെ അകത്തൂടെ നോക്കി നമുക്ക് കാണാം. അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ തൊട്ടടുത്ത് കാണിക്കില്ല. ഒരു ചില്ലിൻ്റെ അകത്തൂടെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ് കണ്ടോ ആ തേയില ആദ്യം വന്നത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു പൊടി പോലെ ഒരു ബെൽറ്റിലൂടെ മേലോട്ട് കയറി പോകുന്നതാണ്. എന്നിട്ട് അവിടുന്ന് എനിക്ക് തോന്നുന്നത് ചൂടാക്കുമെന്നാണ് തോന്നുന്നത്. ചൂടാക്കിയിട്ട് പൊടിയായി മാറ്റും. കണ്ടോ, ഇതാണ് തേയില. അതായത് നമ്മൾ തേയില നുള്ള് പിന്നെ അത് ചായപ്പൊടിയായി മാറുന്ന ഒരു പ്രക്രിയ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. ഊട്ടി ട്രിപ്പ് വരുന്നവർ തീർച്ചയായിട്ടും ഈ തേയില ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ മിസ് ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഫാക്ടറിൻ്റെ ഇവിടെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആളുകളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സ്പോട്ടുണ്ട്. അമ്പാൻ കാഴ്ചയാണ് സംഭവം. ഇതാ അവിടെ ഒരെണ്ണം ഇങ്ങനെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതെവിടെ ഇങ്ങനെ കൈവരീനൊക്കെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല സെൽഫിയൊക്കെ എടുക്കാം. അടിപൊളി. വീഴുന്നുണ്ടോ ചായപ്പൊടിയായിട്ട് ലാസ്റ്റ് വീഴുകയാണിതാ. ചായപ്പൊടി അവിടെ എടുത്തു വെച്ചേക്കുന്നുണ്ടോ? ഇവിടെ പിന്നെ ചായപ്പൊടി വാങ്ങാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ കമ്പനിയിലെ ഉൽപ്പാദിപ്പിക്കുന്ന ചായപ്പൊടികളൊക്കെ വിതരണം ചെയ്യുന്ന വലിയൊരു ഷോറൂം നമ്മുടെ ഈ ഫാക്ടറിയോട് അടുത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ തേയില ഫാക്ടറിയുടെയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയുടെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യുക.